ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മാർച്ച് 2-ാം തീയതി രാവിലെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായമാണ്. മോശ ചെയ്തതായിരിക്കുന്ന അടയാളങ്ങൾ ആവർത്തിക്കുവാൻ മന്ത്രവാദികൾക്ക് കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു. എന്നാൽ അവർക്ക് പരിമിതികളുണ്ടായിരുന്നു. മോശ ചെയ്ത ആദ്യത്തെ 2-3 അതിശയങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. എന്ന് മാത്രമല്ല, അവർ ചെയ്തതായിരിക്കുന്ന അതിശയങ്ങളെ, മോശയുടെ അതിശയങ്ങൾ നിസ്സാരവൽക്കരിച്ചു. മന്ത്രവാദികളുടെ പാമ്പുകളെ മോശയുടെ സർപ്പം വിഴുങ്ങിക്കളഞ്ഞു. അതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ മന്ത്രവാദികൾ ഒരു കാര്യം ഫറവോനോട് പറഞ്ഞു, ഇത് യഹോവയുടെ കൈയാണ്. മന്ത്രവാദികൾ വലിയൊരു സത്യമാണ് പറഞ്ഞത്. കാരണം മോശ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മന്ത്രവാദത്താലല്ല, അതിന് പിന്നിൽ മന്ത്രവും തന്ത്രവും ഉണ്ടായിരുന്നില്ല. അത് വലിയവനായിരിക്കുന്ന ദൈവം നേരിട്ട് പ്രവർത്തിച്ചതായിരിക്കുന്ന അതിശയങ്ങളാണ്. അക്കാര്യം തിരിച്ചറിയുവാനായിട്ട് ഫറവോൻ്റെ മന്ത്രവാദികൾക്ക് കഴിഞ്ഞു. അക്കാര്യം ഫറവോൻ്റെ മന്ത്രവാദികൾ ഫറവോനോട് പറയുകയും ചെയ്തു. പക്ഷേ ഫറവോന് വല്ല വ്യത്യാസമോ മന്ത്രവാദികൾക്ക് വല്ല ഗുണമോ അതുകൊണ്ടുണ്ടായോ? ഈ മന്ത്രവാദികൾ ആരും അവരുടെ മന്ത്രവാദം നിർത്തി യഹോവയായ ദൈവത്തെ അന്വേഷിച്ചില്ലല്ലോ. ഇത് കേട്ടതായിരിക്കുന്ന ഫറവോൻ, ശരി എങ്കിൽ ഞാൻ യഹോവയെ അനുസരിക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല. ഈ ലോകത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നാം ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ആൾ പറയും. എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറ് പറയുന്നതാണ് സത്യം, സാറ് പറയുന്നതാണ് സത്യം, അത് തന്നെയാണ് സത്യം. പക്ഷേ അത് പറയുന്നവരായ അവരോ ആ സത്യം അനുസരിക്കുകയില്ല. അല്ല, അവരുടേതായിരിക്കുന്ന നേതാക്കൾ പറയുന്ന മിഥ്യകളെയും വ്യാജങ്ങളെയും മാത്രമേ അവർ അംഗീകരിക്കൂ. ഇത് സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ മന്ത്രവാദികൾ അവർ ഫറവോനോട് സുവിശേഷം പറഞ്ഞു ദൈവത്തിൻ്റെ കൈയാണെന്ന്. എന്നിട്ട് മന്ത്രവാദികൾക്ക് പറഞ്ഞ വല്ല ഗുണം വന്നോ? കർത്താവിൻ്റെ ജനന സമയത്ത് ചില വിദ്വാൻമാർ കിഴക്ക് നിന്ന് വന്നതായിട്ട് നാം മത്തായിയുടെ സുവിശേഷത്തിലും മറ്റു സുവിശേഷങ്ങളിലും വായിക്കുന്നുണ്ട്. അവർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നു. യഹൂദൻ്റെ രാജാവ് ജനിച്ചവൻ എവിടെയെന്ന് വിദ്വാൻമാർ ചോദിക്കുന്നു. ഹെരോദ രാജാവ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ വരുത്തി അവരോട് ചോദിച്ചു, ഇസ്രായേലിൻ്റെ രാജാവായി ജനിക്കേണ്ടവൻ എവിടെയാണ് ജനിക്കേണ്ടത്? അവർ വ്യക്തമായിട്ട് പറഞ്ഞു, ബേത്ലഹേമിലെ ആണ്, യഹൂദയിലെ ബേത്ലഹേമിലാണ് അവൻ ജനിക്കേണ്ടതെന്ന്. വിദ്വാൻമാർ കർത്താവിനെ കാണുവാനായിട്ട് പോയി. എന്നാൽ ഈ പരീക്ഷ ശാസ്ത്രിമാർ പോയോ? ശാസ്ത്രിമാർ പോയില്ല. മശീഹ ജനിച്ചു എന്ന് ശാസ്ത്രിമാർക്ക് അറിയാം. അക്കാര്യം അവരോട് പറഞ്ഞു. വിദ്വാൻമാർ വന്ന് പറഞ്ഞു, ഞങ്ങൾ അവരുടെ നക്ഷത്രം കണ്ടുവെന്ന്. അങ്ങനെയെങ്കിൽ അത് ബേത്ലഹേമിലായിരിക്കുമെന്നും ഈ ശാസ്ത്രിമാർ പറഞ്ഞു. ശാസ്ത്രിമാർ പറഞ്ഞതനുസരിച്ച് വിദ്വാൻമാർ ബേത്ലഹേമിലേക്ക് പോയി. പക്ഷേ ശാസ്ത്രിമാർ പോയില്ല. ശാസ്ത്രിമാരുടെ ജീവിതകാലം മുഴുവനും ഈ കർത്താവിനെ അവർ എതിർത്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഫറവോനും അതുതന്നെയാണ് ചെയ്തത്. ഫറവോൻ ഈ സത്യമൊക്കെ അറിഞ്ഞത് യഹോവയുടെ കൈയാണെന്ന്. പക്ഷേ യഹോവയെയും മോശയും അഹ്റോനെയും ഫറവോൻ എതിർത്തുകൊണ്ട് തന്നെ ഇരുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണ നടപടികൾ ഫറവോനെ ഒരിക്കലും മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല. ഞാൻ തെറ്റിപ്പോയി എന്നവൻ ആദ്യം 3-4 പ്രാവശ്യം മോശയോട് പറഞ്ഞു. പക്ഷേ അത് മാനസാന്തരമായിരുന്നില്ല. വെറും ഒരു റിമോഴ്സ് മാത്രം. അതായത് വെറും അയ്യോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു തോന്നൽ മാത്രം. ഫറവോൻ തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുകയാണ് ചെയ്തത്. 4 പ്രാവശ്യമെങ്കിലും 6 പ്രാവശ്യമെങ്കിലും ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. അവസാനത്തെ ചില സന്ദർഭങ്ങളിൽ ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്നാണ്. അത് നാം പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു പാഠമാണ്. ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന അവസരങ്ങളെ യഥാവിധി നാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ദൈവം നമുക്ക് അനുവദിച്ചതായിരിക്കുന്ന കൃപ പിൻവലിക്കാനായിട്ട് ഇടയാകും. ഫറവോനത് കേട്ട് തൻ്റെ ഹൃദയം അത് ദൈവസന്നിധിയിൽ അനുദപിക്കുകയും മോശയെ വിളിച്ച് നിങ്ങൾ പോയി യഹോവയെ ആരാധിച്ചുകൊള്ളുവീൻ എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ ഫറവോന് തൻ്റെ തന്ത്രം ഉപയോഗിക്കുകയാണ്. ആദ്യം ഫറവോന് മോശയോട് പറഞ്ഞു വിട്ടയക്കിയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിശയങ്ങളുടെ നമ്പർ കൂടിയപ്പോൾ പറഞ്ഞു നിങ്ങൾ മിസ്രൈമിൽ വെച്ച് തന്നെ യഹോവയെ ആരാധിച്ചു കൊള്ളാൻ പറഞ്ഞു. അതുകൊണ്ട് തീർന്നില്ല. വീണ്ടും ദൈവത്തിൻ്റെ ന്യായവിധി വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ അതിദൂരത്തേക്ക് മാത്രം പോകരുതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനം പറഞ്ഞു നിങ്ങളെല്ലാം പോകും, നിങ്ങളുടെ കന്നുകാലികളെല്ലാം അവിടെ നിന്നോട്ടെന്ന് പറഞ്ഞു. ഒരിക്കലും ഫറവോൻ ദൈവജനത്തെ വിട്ടയക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല. അല്പസ്വല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. ഈ ലോകത്തിലെ ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവർ നമ്മുടെ സുവിശേഷം കേൾക്കാനും ഒന്നും പോകുന്നില്ല. പക്ഷേ അല്പസ്വല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. അവിടെയൊക്കെ ആരാധിച്ചോളാൻ പറയും, അടുത്തൊക്കെ എവിടെയും ആരാധിച്ചോളാൻ പറയും. നിങ്ങളെങ്ങ് ആരാധിച്ചാൽ പോരെ, നിങ്ങളുടെ മക്കളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുപോകണോ എന്നവർ ചോദിക്കും. അല്ലേ അവസാനമായിട്ട് പറയും നിങ്ങളുടെ സ്വത്തെല്ലാം ഇവിടെ കിടന്നോട്ടെ, അതിൽ ഞങ്ങൾക്ക് കിട്ടട്ടെന്ന് പറയും. എൻ്റെ പ്രിയമുള്ളവരെ,
ഉപദ്രവമില്ലാത്തതായിരിക്കുന്ന വിട്ടുവീഴ്ചകളൊക്കെ ഒരുപക്ഷെ ചെയ്യേണ്ടത് ആവശ്യമായി വരും. പക്ഷേ അടിസ്ഥാനപരമായ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ നമുക്ക് ആർക്കും ദൈവം അനുവാദം തന്നിട്ടില്ല. ഫറവോൻ അങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തുമില്ല. ഫറവോൻ അവസാനം വിട്ടുവീഴ്ചകൾ ചെയ്യാതെ ഹൃദയം കഠിനമാക്കിയതായിരിക്കുന്ന ഫറവോൻ ഏറ്റവും ഒടുവിലായിട്ട് ചെങ്കടലിൽ താണ് പോകേണ്ടത് ആവശ്യമായിട്ട് വന്നു. ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യർക്ക് വരുന്ന ആപത്ത് അതാണ്. അതുപോലെ അനുസരണത്തിന് പകരം അല്പസ്വല്പ വിട്ടുവീഴ്ചകൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ചിന്തിക്കുന്ന മനുഷ്യർക്കും വരുന്ന ആപത്ത് അതാണ്. ഏറ്റവും വലിയ ആപത്ത് എന്താണ്? അവർ നശിച്ചു, അവർക്കുള്ളത് നശിച്ചു. അങ്ങനെ സംഭവിക്കാതിരിക്കുവാനായിട്ട് വിട്ടുവീഴ്ചയുടെ മനഃശാസ്ത്രം നമുക്ക് തള്ളിക്കളഞ്ഞ് സത്യത്തെ സത്യമായി അംഗീകരിച്ച് അനുസരിക്കുന്നതായിരിക്കുന്ന ഒരു ശീലം, ഒരു സ്വഭാവം നമുക്ക് വളർത്തുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.